ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീഡം ഇറ്റ് വാസ് ഗുഡ്. ഐ വാണ്ട് ടു ഡു എനിത്തിങ്, ഐ വാണ്ട് ഗോ എവിടെ വേണം എവിടെ പോകാൻ വരാം എല്ലാം അങ്ങനെയുള്ള ഒരു ലൈഫ്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ നമ്മളെ കേൾക്കാനും നമ്മളെ അറിയാനും നമ്മളെ ഉൾക്കൊള്ളാനും ഒരു വേണം, ഒരു 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 സ്റ്റാച്ചു, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്റ്റാച്ചു വേണം ഇല്ലേ? സ്റ്റാച്ചു ഇല്ല, ഞാൻ ഇപ്പൊ പറയുന്ന വേർഡാണ് ദാറ്റ് ഈസ് സ്റ്റാച്ചു. നമുക്ക് ഒരു we need a man അല്ലേ? we need a man. ബട്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ് അല്ലേ? എൻ്റെ ലൈഫിൽ ഒരു 20 times ആയി. എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. യുനോ ഞാൻ ദാറ്റ്സ് മച്ച് ഓഫ് അയൺ ലേഡി ബിഫോർ മൈ സർജറി ദെൻ ആഫ്റ്റർ മൈ സർജറി. ഞാനൊരു അയൺ തന്നെ ആയിരുന്നു എന്നെ സ്വയം വിശേഷിപ്പിക്കാൻ പോയി. അറ്റ് ദ സെയിം ടൈമിൽ ഞാനൊരു പച്ച സ്ത്രീയായി മാറിപ്പോയി. പച്ച സ്ത്രീ മീൻസ് കേരളത്തിൽ പറയുന്ന കുലസ്ത്രീ. യുനോ എനിക്കൊരു പുരുഷൻ വേണം, എനിക്കൊരു സൗഹൃദം വേണം, എനിക്ക് നല്ല അഡ്വൈസുകൾ കിട്ടണം, എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഒരു ഇടം വേണം, ഇങ്ങനെയൊക്കെയുള്ള just a shoulder to cry. Then but you don't have a man. Are you married? No, you're not married. No. I did biggest mistake in my life. അതൊരു അങ്ങനെ ഒരു ഫേസിലൂടെ എനിക്ക് പോകേണ്ടി വന്നു. ഇപ്പം ഞാനിപ്പോൾ എത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞാൽ പോലും ഇൻസൈഡ് ഓഫ് മൈൻഡിൽ എനിക്ക് കുറച്ച് സങ്കടങ്ങളുണ്ടാകും അല്ലേ? അതൊരു ഏതൊരു സ്ത്രീക്കും ഉണ്ടാകും. അത് ഞാൻ ഫേസ് ചെയ്തു. You fell in love? Yeah. Once? Twice? Just once? Yeah, once in my life. And അത് breakup? ദാറ്റ്സ് നോട്ട് ലൈക്ക് ഒരു തരം മരചുറ്റി പ്രണയം അങ്ങനെയുള്ളതല്ലായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ്. ബട്ട് എൻ്റെ ഈ ഒരു സൗഹൃദം, എനിക്കതിനെ സൗഹൃദം എന്ന് പറയാനാണ് ഇഷ്ടം. സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് ദെൻ ലൈക്ക് ഒരു ഫിസിക്കലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പ്രണയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലവ് ഫാക്ടർ അല്ല. എനിക്കതിനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാനായിരുന്നു ഇഷ്ടം. അതിനിടയിൽ സംഭവിച്ചതെല്ലാം ഹ്യൂമാനിറ്റിയിൽ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഹഗ്ഗിങ് ആണെങ്കിലും കിസ്സിങ് ആണെങ്കിലും വാട്ടെവർ, അത് സംഭവിച്ചു പോകുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു മൈൻഡ് ഉണ്ട് ഇല്ലേ? നമ്മുടെ ആ മൈൻഡ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ടക്ക് 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 ടക്ക്. എന്താണ് എൻ്റെ മൈൻഡ് നിനക്ക് പറയുന്നത്? അല്ല, എൻ്റെ മൈൻഡ് പറയുന്ന പറഞ്ഞാൽ അപ്പം നമ്മൾ ഓക്കെ, let me come straight. Yes. You fell in love. Yes. അല്ലേ? Yes. എന്തിന് കല്യാണം കെട്ടാറ്? കല്യാണം കഴിക്കുക എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു കല്യാണം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി. ബിക്കോസ് എനിക്ക് എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈവൻ ബിഫോർ ഉള്ളതല്ല ആഫ്റ്റർ ഉള്ളത്. ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ലവും കെയറിങ്ങും അതൊരു തരുന്ന ഒരു പുകമറയാണ്. ഇറ്റ്സ് എ ലവ് ഓർ ഇസ് എ ഫാൻസി ഡ്രസ്. ഇപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പം എനിക്ക് ഷക്കീല അമ്മേനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ടൂ മച്ച് സ്നേഹം വാരിച്ചൊരിയും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മളെടുത്ത് അണിയുന്ന ഒരു മുഖമൂടിയായിട്ടാണ് ലവിനെ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഐ ഫെൽറ്റ് ഞാൻ ആ ബാക്കിലേക്ക് പോകുമ്പോൾ ഞാനൊരു വിഡ്ഢിയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ ചില സന്ദർഭങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും, ചില സിറ്റുവേഷൻസുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും, എന്തിന് മാരേജ്? വൈ ഷുഡ് ഡു മാരേജ്? നോ, വി ഹാവ് ഫ്രീഡം ഇൻ ദിസ് ദ വേൾഡ്. ഡു യു നോ സംതിങ്? നോ. അത് വിചാരിച്ച് തന്നെ ഞാനും കല്യാണം കെട്ടില്ല. സീരിയസ് ആയിട്ട് എനിക്ക് ഒരു വാട്ടി കൂടെ കല്യാണം ആയില്ല. സീരിയസ്ലി. അല്ല, അതൊരു എന്താന്നറിയാ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ ഞാൻ പറയട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഇതെങ്ങനെ വരും പ്രോബ്ലം വെച്ചാൽ, നമ്മൾ എത്ര സ്നേഹം കൊടുത്താലും, നമ്മൾ എത്ര പ്യുവറായിട്ട് ആ ആൾക്ക് വേണ്ടി നിന്നാലും കൂടി, എൻഡ് ഓഫ് ദ ഡേ എപ്പോഴെങ്കിലും ഒരു ചെറിയ ഫൈറ്റ് വന്നപ്പോൾ, ക്യാൻ യു ഗിവ് മീ എ ചൈൽഡ്? ഇതാണ് അവർ നമ്മൾ ഫസ്റ്റ് ചെരുപ്പ് കൊണ്ടടിക്കുന്ന കേൾവി. ഇത് എൻ്റെ ലൈഫിൽ എൻ്റെ എത്ര മോളുണ്ട് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ്, കുറേ പേര് സൂസൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടി, ലവിന് വേണ്ടി.
അതെ Seriously, I know. Can you give me a child? How can I give you a child? Don't you know what it is? See, അപ്പോൾ ലവ് അപ്പോൾ ഉനക്ക് അതൊക്കെ അറിയില്ലല്ലോ, അതിനുശേഷമല്ലേ ഇതൊക്കെ നീ ചോദിക്കുന്നത്. യു ആർ റൈറ്റ് അബൌട്ട് ലവ്, യു ആർ റൈറ്റ് അബൌട്ട് യുവർ ഡിസിഷൻസ് ആർ സോ റൈറ്റ്. യാ ഐ നോ, ബിക്കോസ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ബിക്കോസ് ഞാൻ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് വന്നു, അത്രത്തോളം ഞാൻ സൊസൈറ്റിയിൽ ഫൈറ്റ് ചെയ്തു. ഇതെല്ലാം അറിയാവുന്ന ഒരു സൗഹൃദം എൻ്റെ മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ഹി വിൽ ലവ് മീ ഡെഫിനറ്റ്ലി. ബട്ട് അതൊരു ആക്ടിങ് ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മൾ തകർന്നു പോകും. നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ തലയിൽ ഒരു വലിയൊരു ഡയമണ്ട് കിരീടമുണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ലോസ്റ്റ് ആയി പോകും. നമ്മൾ ബഗ്ഗിങ് ചെയ്യേണ്ടി വരും, ലവിന് വേണ്ടി ബഗ്ഗിങ് ചെയ്യും. യു പ്ലീസ് ലവ് മീ, യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ, എൻ്റെ സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്ന ആ ഒരു സാഹചര്യം, അത് നമ്മുടെ തോൽവിയാണ്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഒരു പെണ്ണ്, വൺ ഗേൾ, വുമൻ, അവൾക്ക് ഒരിടத்துல ലവ് ആയി, പിന്നെ അവൾക്ക് അവിടെ കല്യാണം കട്ടണമെങ്കിൽ അവിടെ തന്നെ പ്രോബ്ലംസ് ഉണ്ട്. കമ്മ്യൂണിറ്റി പ്രോബ്ലം, കാസ്റ്റ് പ്രോബ്ലം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടീച്ചിനെടുത്താൽ ഡെഫിനറ്റ്ലി ആറ് വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്യും. താങ്ക് ഗോഡ് നിന്റെ വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്തത്. എത്ര കുട്ടികൾ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാതെ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ. സോ ഐ എം ആക്ച്വലി താങ്കിങ് ഗോഡ് ആൻഡ് യുവർ പാരൻസ്. ഞാൻ എപ്പോഴും ഞാൻ യൂണിവേഴ്സിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അത്രത്തോളം ഇവൻ മനുഷ്യർക്ക് മനസ്സിലാവില്ല ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളം സ്ട്രഗ്ലിംഗ് ആണ്, പെയിൻഫുൾ ആണ്. അത് അവരെടുക്കുന്ന സർജറി, അവരെടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം നമ്മുടെ ബോഡീനെ ബാധിക്കുന്നു. അറ്റ് ദ സെയിം ടൈമിൽ ലവ് എന്നുള്ള രീതിയിൽ ഒരു പേഴ്സൺ നമ്മളിലേക്ക് വരുന്നു. നമുക്ക് കിട്ടാതിരുന്ന ലവ്, നമ്മുടെ വീട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് ഒന്നും കിട്ടാതിരുന്ന ലവ് നമുക്ക് ഒരിടത്തു നിന്ന് കിട്ടുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ലോകം മുഴുവൻ അവരാണ്, യുനോ. അപ്പോൾ ഈ ഒരു സമയത്ത് അവരൊരു ഓപ്ഷനായിട്ടാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. മണി അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടക്കണം. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമ്മുടെ ലവ് ആണ്, നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്, അവരെപ്പോഴും നല്ല സെക്യൂർ ആയിട്ടിരിക്കണം. നമ്മ ബാങ്ക് ബാലൻസ് അവിടെ കൊടുക്കണം, നമ്മ അവർക്ക് കാർ വാങ്ങിച്ചു കൊടുക്കണം, നമ്മ അവർക്ക് ഹാർലി ഡേവിഡ്സൺ ബൈക്ക് വാങ്ങി കൊടുക്കണം. ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ഇപ്പം നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പോവാം. കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഞാനും കേട്ടിട്ടുണ്ട്. ഫ്യൂ ഇയേഴ്സ് ബാക്ക് നിനക്ക് ആരും വർക്ക് കൊടുത്തില്ല, അത് കാരണം ഒരു നടീനെ നീ സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി അല്ലേ? അതെന്താ, എങ്ങനെ? അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമാനിറ്റി ഒപ്പം നമ്മൾ ഒരു നടിയല്ല, ആരായാലും നമ്മൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ഇത് ഒരു ഹൗ ഡു യു സീ ദിസ്? തെറ്റല്ലേ ഇത്? ഇവനിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ റൈറ്റായിട്ടുള്ളിടത്തെ പ്രതികരിക്കുകയുള്ളൂ. അവളൊരു നടിയായതുകൊണ്ടല്ല ഞാൻ പ്രതികരിച്ചത്. ഷീ ഈസ് മൈ സിസ്റ്റർ ആൻഡ് മൈ ഗുഡ് ഫ്രണ്ട്. അപ്പം ഇതുപോലുള്ള കുറേ പേരുണ്ട്, ഇവൻ ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലാത്ത പുറത്ത് നിൽക്കുന്നവരും ഉണ്ട്. അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രതികരിച്ചത്. സത്യാവസ്ഥ എനിക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്. ഞാൻ പ്രതികരിച്ചതിൽ നിന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്ക് നേരെ 1000 വിരലുകൾ തിരിച്ചു ചൂണ്ടാനും പ്രതികരിക്കാനും ആൾക്കാരുണ്ടാകും. നമ്മൾ തെറ്റുകാരാവുന്ന ഒരവസ്ഥ വരും. അതുപോലൊരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ.